നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് പ്രോസ്തെറ്റിക് മേക്കപ്പ്. എന്താണ് പ്രോസ്തെറ്റിക് മേക്കപ്പ് അല്ലെ? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലേക്ക് അത് എത്തണമെന്നില്ല. പക്ഷെ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട് അല്ലെ? ദശാവതാരത്തില് കമലഹാസൻ സാർ ചെയ്തിരിക്കുന്നത്, കല്യാണരാമനില് ദിലീപ് ഏട്ടൻ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഇന്ത്യൻ സിനിമയില് കമലഹാസൻ സാറിന്റെ മേക്കപ്പ്, അതേപോലെ ഐയില് വിക്രം സാർ ചെയ്തിരിക്കുന്ന മേക്കപ്പ്, അത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മേക്കപ്പിന് ഓസ്കാർ കിട്ടിയിരിക്കുന്ന ദ വെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ മേക്കപ്പിനാണ് ഓസ്കാർ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നില് പ്രവർത്തിക്കുന്ന ഒരു പ്രോസ്തെറ്റിക് കലാകാരന്മാരുണ്ട്. ഈ കേരളത്തില് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കലാകാരനുണ്ട്. മറ്റാരുമല്ല, പ്രിയപ്പെട്ട സേതു ശിവാനന്ദൻ. ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരുന്നു ഓരോ ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് ഒരു കഥയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിലേക്ക്, ആ കഥാപാത്രത്തിന് അനുയോജ്യമാകുന്ന രീതിയിലേക്ക് ആ ഫേസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഏത് മേക്കപ്പ് മാനും ഓടി വരുന്ന ഒരു കലാകാരനാണ് പ്രിയപ്പെട്ട സേതു ശിവാനന്ദൻ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സേതുവിലേക്ക് പോകാം. അതായത് ഒരു 2 എപ്പിസോഡ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തില്ലേ? 2 എപ്പിസോഡ്, ഒന്ന് ഇന്റർവ്യൂ, പിന്നെ ഒരെണ്ണം നമ്മള് വിരല് മുറിച്ച് മാറ്റുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കും. അതായത് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാം. അപ്പൊ സേതുവിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് മുന്നുള്ള എപ്പിസോഡില്. അപ്പൊ സേതു, ഇന്നിപ്പൊ നമ്മൾ കണ്ട വീഡിയോയില് ഒരു മങ്കിമാരെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം. അതായത് എന്താണ് ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്? എന്താണ്? ചേട്ടനെ ഒരു സിംഹം ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ചേട്ടനെ സിംഹമായിട്ട് വരുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ സ്കെച്ച് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മളത് മേക്ക് ചെയ്ത് അതൊരു ഫോട്ടോ കാണിക്കും, നമ്മൾ വരച്ചിട്ട് കാണിക്കും. എങ്ങനെ മുഖത്ത് എങ്ങനെ എത്രത്തോളം സംഭവം ഉണ്ട്, ഫെറുണ്ട്, സാധനങ്ങളൊക്കെ വരച്ച് കാണിക്കും. എന്നിട്ട് നമ്മൾ ചേട്ടന്റെ മോൾഡ് എടുക്കുന്നു, മോൾഡ് എടുത്തിട്ട് അത് കാസ്റ്റ് ചെയ്യുന്നു. കാസ്റ്റ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്ത് മങ്കിമാന്റെ കാര്യം പറഞ്ഞില്ല, അപ്പൊ മങ്കിമാനെ പോലെ തന്നെ ചേട്ടനെ ആ സിംഹം ലയൺമാൻ എന്നെല്ലാം വെച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അത് ഒരു പ്രോസസ്സാണ്. അതിനെ വിശദമായിട്ട് അത് പറഞ്ഞുതരാം. ഒരാളുടെ മോൾഡ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ബോഡി ഡബിൾ എന്ന മെറ്റീരിയൽ, ഇതാണ് ബോഡി ഡബിൾ. ഇതിപ്പോ നമുക്ക് ലിക്വിഡായിട്ട് ഈ സംഭവം എയും ബിയും പാർട്ടാണ് നമുക്ക് ഉള്ളത്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പം ഇത് അവരുടെ ഫേസിന്റെ നമുക്കൊരു മോൾഡ് കിട്ടുന്നു. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മദർ മോൾഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു ലൈവിൽ തന്നെ. ഇത് ഏകദേശം സെറ്റ് ആകാൻ ഒരു 8 to 10 മിനിറ്റ് 10 മിനിറ്റ് എടുക്കത്തില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് സെറ്റ് ആവും. എങ്കിൽ പോലും നമ്മൾ അതിന് ഇത് റബ്ബർ സ്വഭാവം ആയതുകൊണ്ട് ഇതിനെ ഹോൾഡ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മദർ മോൾഡ് നമ്മൾ പ്ലാസ്റ്ററിൽ ചെയ്യുന്നു. ഓക്കെ, ഈ മെറ്റീരിയൽ ബോഡി ഡബിൾ എന്ന് പറഞ്ഞ മെറ്റീരിയൽ US പ്രൊഡക്റ്റ് ആണ്. ഇത് സ്കിൻ സേഫ് ആണ്, സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ മോൾഡ് എടുക്കുന്നത്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതും കൂടെ ഒന്ന് ഡ്രൈ ആയ ശേഷം നമ്മളിത് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് പ്ലാസ്റ്റർ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതിലേക്ക് പ്ലാസ്റ്റർ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു മോൾഡ്, നമുക്കൊരു ഔട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇത് എടുത്തിട്ട് നമ്മളത് അതിൻ്റെ ഒരു സ്കൾപ്ചറായിട്ട് തന്നെ നമുക്കത് കറക്റ്റ് നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമുക്ക് സ്കൾപ്ചറായിട്ട് അതിനെ കിട്ടുന്നു. ഓക്കെ,
അതിനുശേഷം നമ്മൾ അതിലേക്ക് സ്കെച്ച് പ്രകാരം എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ റെഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ആരിലും ഇപ്പം നമ്മുടെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഒരു ഡബിൾ ആക്കാനോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് തരികയെന്നോ, അപ്പോൾ നമ്മൾ ആ റെഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഈ എടുത്ത ആളുടെ റിയൽ സ്കൾപ്ചർ കിട്ടിയിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അത് നമുക്ക് ഓയിൽ ക്ലേയോ അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ക്ലേയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ക്ലേ അപ്ലൈ ചെയ്ത് ആ രൂപത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഡ്രൈ ആകുന്നതിന് മുമ്പേ, അതായത് ക്ലേ ആയതുകൊണ്ട് പറഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടിക്കറി പോകാൻ ചാൻസ് ഉണ്ട്. ഓയിൽ ക്ലേ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നം വരുന്നില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ വീണ്ടും റീബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. റീബോണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മോൾഡ് സ്റ്റാർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ഒഴിക്കാം. ഇനിയിപ്പോ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾജിനേറ്റ് നമുക്ക് ഒഴിക്കാൻ പറ്റും. അൾജിനേറ്റ് ലോ കോസ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മൾ പണ്ടൊരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട് അൾജിനേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ ലോ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇതിന്റെ തന്നെ ലോ കോസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന മോഡലിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ ഡ്രാഗൺ സ്കിന്നാണ് നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രാഗൺ സ്കിന്ന് ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെയും എയും ബിയും പാർട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ബേസ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മളത് കാസ്റ്റ് ചെയ്യുന്നു. ഇതിന് ഉപയോഗിക്കുന്ന കളർ സ്ലിക്ക് പിഗ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ്. ഇത് സ്മൂത്ത് ഓൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ട്സ് ആണ് ഞങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നത്. വേസ്റ്റ് ഓൺ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മങ്കിമാനെ നമ്മൾ ഫേസിൽ ഒട്ടിക്കാൻ വേണ്ടി പാകത്തിനായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കളർ ഈ സിലിക്കൺ എയും ബിയിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്നാക്കിയിട്ട് നമ്മൾ അത് ഡ്രൈ ആകുന്ന സമയമുണ്ട്. അതിന് മുമ്പേ നമ്മളൊരു 2-3 മിനിറ്റ് മുമ്പേ തന്നെ ഈ സംഭവം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ മോഡിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചെടുക്കുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആ സ്കൾപ്ചർ ഉണ്ടല്ലോ, അതായത് മങ്കിമാന്റെ ഫേസിൽ ക്ലേ വർക്ക് ചെയ്തിട്ടുള്ള ആ സ്കൾപ്ചർ, ആ ക്ലേ എല്ലാം നമ്മൾ എടുത്തു കളഞ്ഞിട്ട് ആരുടെയാണോ ഫേസ് എടുക്കുന്ന ആ ഫേസ് നമ്മൾ ഈ മോൾഡിലേക്ക് പ്രസ് ചെയ്യണം. അതായത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് സിലിക്കൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫേസിന് ആപ്റ്റ് ആയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഫേസ് ഈ മോഡലിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം സിലിക്കൺ സെറ്റായിട്ടിരിക്കും, ബാക്കിയുള്ളതെല്ലാം ഔട്ടാവും. അതിനുശേഷം നമ്മളിത് 1 മണിക്കൂറത്തേക്ക് നമ്മൾ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പാർട്ടി മാത്രം, അതായത് ഇപ്പം നമുക്ക് ഈ തെള്ളലുള്ള ഭാഗങ്ങൾ അപ്പോൾ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അധികം ക്ലേ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് തിന്നായിട്ട് കിട്ടും. നമുക്ക് ഇവിടൊക്കെയാണ് ഒട്ടിയിൽ വരുന്നത്, മനസ്സിലായോ? ഉള്ളിലും ഒട്ടിക്കും. അപ്പോൾ ഇവിടൊക്കെയാണ് തിൻ ലെയർ വരുന്നത്. അപ്പം ഇത് നമ്മൾ എടുത്തിട്ട് പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ പെയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ ഒരു ബേസ് കളർ ടോൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഉണങ്ങണം. അതിനുശേഷം അതിൻ്റെ അടുത്ത ടോൺ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെ അത് നമ്മൾ ഉണങ്ങി കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ഹെയർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മളത് കുത്തിവെക്കുക ചെയ്യുന്നത്. നമുക്കിപ്പം ഇതിന് വേണ്ടിയിട്ടൊരു നമുക്ക് ഒരു ചെറിയ ടൂളുണ്ട്, ഹെയർ പഞ്ച് ചെയ്യുന്ന ടൂളുണ്ട്. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ മുടിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറോ വാങ്ങാൻ കിട്ടുന്ന ഫെറോ അതായാലും മതിയാവും. ഇത് നമ്മളിപ്പോൾ അതിനകത്ത് ഓരോ രോമങ്ങളും കുത്തി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഓരോ രോമങ്ങളുമാണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ മീശയും താടിയും തന്നെയാണ്. ഇച്ചിരി ലെങ്ത് വേണം, കാരണം ഇതിന് ഉള്ളിലേക്ക് ഇറങ്ങി പോകേണ്ട സാധനമാണ്. അപ്പോൾ നമ്മൾ അത് ഓരോ രോമങ്ങളും എടുത്ത് പഞ്ച് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ക്ഷമ വേണ്ട പരിപാടിയാണ്. ഫെർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ രോമം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് വേണ്ട മാസ്ക് റെഡിയായി സെറ്റാകും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്തിട്ട്, അതായത് ഇതിനകത്ത് ഈ ഗ്ലോയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡറൊക്കെ ഇട്ട് നമ്മളതൊന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുമ്പോൾ നമുക്ക് വേണ്ട മാസ്ക് റെഡി. എന്നിട്ട് പിന്നെ നമ്മൾ ആരാണോ അഭിനയിക്കാൻ പോകുന്നത് ആ ആളുടെ മുഖത്തേക്ക് നമ്മളത് ഗമ്മ വെച്ച്, അതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സെക്ഷനാണ്. എങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലുള്ള അതിന് പ്രൊസൈഡ് ഗം, സ്പിരിറ്റ് ഗം, അങ്ങനത്തെയൊക്കെയോ സംഭവങ്ങളൊക്കെ അവരുടെ സെക്ഷനാണ്, അത് അവരാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓസ്കാർ കിട്ടിയ ഒരു പടം ഉണ്ടല്ലോ, ഇപ്പൊ ദ വെയിൽ അല്ലേ? അതെ. അതിന്റെ അകത്തുള്ള ആർട്ടിസ്റ്റ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത് അത് സിലിക്കൺ മെറ്റീരിയൽസ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല വെർഷൻ സാധനങ്ങൾ, പല ക്വാളിറ്റിയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക്കലി സിലിക്കൺ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര രൂപ വരെ പോകും ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്? ഒരു ഫിഗർ മൊത്തം ഈ അതിനകത്ത് മൊത്തം ആ ആർട്ടിസ്റ്റിനെ മൊത്തം വണ്ണ അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നു. ഒരുപാട് അത് വെച്ചിട്ട് അഭിനയിക്കുന്നത് അതിനേക്കാളും നമ്മളിപ്പം നോർമലി ആക്ട് ചെയ്യുന്നതിനേക്കാളും
ഇരട്ടി എഫേർട്ട് ഇട്ടാലേ അതിനകത്ത് നമുക്ക് എക്സ്പ്രഷൻ കാര്യങ്ങൾ ഇപ്പൊ ഇവർ ഉപയോഗിക്കുന്നതൊക്കെ ഭയങ്കര ക്വാളിറ്റി. അപ്പം കമൽ സാറ് ദശാവതാരത്തിനകത്ത് നല്ല അത് ആ മെറ്റീരിയൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞെങ്കിൽ നല്ല എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അത് അത്രയും മുഖത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒത്തിരി അഡ്വാൻസ്ഡ് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും കഴിവുള്ള, അതായത് ഒരു മേക്കപ്പിന് ഇതൊരു വലിയ, ഇപ്പം നമ്മുടെ ഏതാണ് സൗണ്ട് തോമ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുച്ചിറി അതൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഇതാണല്ലോ. ഞാൻ ഈ പ്രോസ്തറ്റിക് മേക്കപ്പിന് ഒരു അവാർഡിനൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് ഈ മേക്കപ്പിനല്ലേ പൂർണ്ണമായിട്ടും പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള കലാകാരന്മാരുടെ ഒരു അധ്വാനം കൂടി ഇല്ലേ ഇതിനകത്ത്? അതെ, പക്ഷെ ഞങ്ങൾ ഇപ്പം മെയിനായിട്ട് ചെയ്ത് നോക്കുന്ന വെച്ചാൽ ഇതിന്റെ മോൾഡ് വിത്ത് കാസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പീസുകൾ അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് അത് ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഞങ്ങളിത് വേറെ രീതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ക്യാരക്ടറെ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം സ്കെച്ച് ചെയ്ത് അതിനെ അതായത് ഇവർക്ക് ഒട്ടിക്കുന്ന രീതിയിലുള്ള പാകപ്പെടുത്തി കൊടുക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ്. ഇവിടെ അങ്ങനെ ഒരു സ്റ്റുഡിയോ ഇല്ല, കേരളത്തിലില്ല ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റുഡിയോ ഫോം ചെയ്യുന്ന രീതിയിലാണ്. അതിന് പിന്നെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സാധ്യത അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിലാണ് ഒരാളുടെ എന്ത് ക്യാരക്ടറാണ് ഇപ്പം സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ നമ്മൾ ഫുള്ള് സ്കെച്ച് ചെയ്ത് ഫുൾ അനാട്ടമി കാര്യങ്ങളെല്ലാം സ്കെച്ച് ചെയ്ത് അതിനെ ഔട്ട് എങ്ങനെയാണെന്നുള്ളതിന്റെ സ്റ്റിൽ ആദ്യം കാണിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ അത് വർക്ക് ചെയ്ത് അതിന്റെ ഔട്ട് അതുപോലെ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കും. അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഒരു കഥയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിലേക്ക് കഥാപാത്രത്തെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു ഡയറക്ടറുടെ മനസ്സിലേക്ക് കഥാപാത്രം ഉണ്ടെങ്കിൽ അതൊരു മേക്കപ്പ് മാനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ആ കഥാപാത്രത്തിന്റെ രൂപം, അദ്ദേഹത്തിന് ഇത്രടി ഹൈറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ മേക്കപ്പ് മാൻ കേരളത്തിൽ സമീപിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് പ്രിയപ്പെട്ട സേതു ശിവാനന്ദനാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ഇപ്പോ ഈ ഒറ്റക്കൊമ്പൻ, അതായത് സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിൽ ആ വൈറ്റ് താടിയൊക്കെ വെച്ചിട്ടുള്ള ആ മേക്കപ്പ് സുരേഷ് ചേട്ടൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത്. പിന്നെ അതേപോലെ തന്നെ ആ ആടുജീവിതം നമുക്ക് മറക്കാനാവത്തില്ല. ഈ അടുത്ത സമയത്ത് പോലും പൃഥ്വിരാജ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ പേജിലൂടെ ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടാ ഞെട്ടിപ്പോകും. അത് എത്രയോ നാള് മുമ്പ് ആ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്തേക്ക് ബ്ലെസ്സി സാറ് സേതുവിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തേക്ക് സേതു വരച്ചൊരു കഥാപാത്രത്തിന്റെ രൂപമാണത്. അതേപോലെ കഥാപാത്രമായി എന്നുള്ളതാണ് സേതുവിന്റെ കഴിവും. ബ്ലെസ്സി സാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന അത്രയും വലിയൊരു കൺസെപ്റ്റ് സേതു വരച്ചു കൊടുത്തിരിക്കുന്നത്. സാധാരണക്കാരിലേക്ക് എത്തണം സേതു, കാരണം എന്താ വെച്ചാൽ ഒരു പ്രൊമോഷനൊക്കെ വലിയൊരു ഘടകമാണ് ഈ വന്ന കാലത്തെ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യതകൾ? അത് പ്രൊമോഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പൊതുവെ ഒതുങ്ങി കൂടിയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണ്. പിന്നെ അനിലേട്ടന്റെ കുമ്പഴൻ ക്രൂ തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും വ്യൂസ് ഉണ്ടായി തരികയും ആൾക്കാരിലോട്ട് കൂടുതൽ എത്താൻ സഹായിച്ചു. പിന്നെ കൺസെപ്റ്റ് ആർട്ടിന്റെ കാര്യത്തിൽ കുറച്ച് മീഡിയാസിന്റെ സപ്പോർട്ടുകളൊക്കെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലൈവില് സാധാരണക്കാരനോട് എത്താൻ പറ്റിയത് കുമ്പഴൻ ക്രൂ വഴി തന്നെയാണ്. ബെറോസിനകത്ത് നമ്മൾ കുറച്ച് മോൾഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ആടുജീവിതം പിന്നെ മുമ്പേ പറഞ്ഞ പോലെ അല്ലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ക്യാരക്ടർ സ്കെച്ച് മുതൽ പിന്നെ കുറെ മോൾഡ് വർക്കും കാര്യങ്ങളും പൃഥ്വിരാജ് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ അങ്ങനെയുള്ള കുറച്ച് രഞ്ജിത്ത് അമ്പാടി ഉണ്ടല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് മോൾഡ് വർക്കുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം വർക്കുകൾ അതിനകത്ത് ചെയ്യാൻ പറ്റി. പിന്നെ നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയക്കോട്ടെ വാലിപ്പന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഇത് കണ്ട എല്ലാവരും ചോദിക്കും ഈ കൈ എവിടെ നിന്ന് കിട്ടും, കൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ചെയ്തിരിക്കുന്ന കലാകാരനാണിത്. കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും സേതു ശിവാനന്ദന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ സേതുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള ഏത് വർക്കിനും, അത് ചെറിയ വർക്കായിക്കോട്ടെ വലിയ വർക്കായിട്ട്. ഇതാ വിരലുകൾ കണ്ട, പെർഫെക്റ്റ് ആയിട്ടുള്ള വിരലാണ് കണ്ട, ഒറിജിനലിനെ വെല്ലുന്ന നല്ല കിടുക്കാച്ചി വിരലുകൾ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാ ഹൃദയമാണ്, അതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയമൊക്കെ നമുക്ക് വേണം, ഇതാ ഇവിടെ കിട്ടും. അപ്പോ ഈ സേതുവിന്റെ ഒപ്പം
ഒരു പറ്റം കലാകാരന്മാർ കാണുമല്ലോ അല്ലേ? അല്ലേ? അത് വലിയൊരു ടീം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു സേതുവിന്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരു കലാകാരനാണ് ഈ പറയുന്ന വിക്കി, അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിക്കി, എനിക്ക് തോന്നുന്നു ഏത് സമയത്തും സേതുവിന്റെ കൂടെ ഉണ്ട്. ഇനിയും സേതുവിന്റെ കൂടെയുള്ള ഒരു 2 കലാകാരന്മാരുണ്ട്, പ്രിയപ്പെട്ട സ്വാതിയും ശൈലേഷ് ചേട്ടനും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മനോഹരമായി നിങ്ങളുടെ മുന്നിൽ എന്നോടൊപ്പം അവതരിപ്പിച്ച കലാകാരനാണ് സേതു ശിവാനന്ദൻ. സേതു ശിവാനന്ദൻ സിനിമയില് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സിനിമയ്ക്ക്. പ്രിയപ്പെട്ട സേതുവിന്റെ കോൺടാക്ട് നമ്പറുകൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പൊ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.